الحمد لله الواحد القهار نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم قل ادعوا الذين زعمتم من دونه فلا يملكون كشف الضر عنكم ولا تحويلا أولئك الذين يدعون يبتغون إلى ربهم الوسيلة أيهم أقرب ويرجون رحمته ويخافون عذابه إن عذاب ربك كان محذورا صدق الله العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുവാൻ ആദ്യമായി വസിയത്ത് ചെയ്തുകൊള്ളുന്നു. അല്ലാഹുവിന്റെ ദീൻ ഇസ്ലാമാണ് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ ഒരേ ഒരു ദർശനം. ഇസ്ലാമിനെ അതിൻ്റെ തനത് ശൈലിയിൽ സംരക്ഷിക്കുവാൻ വിശ്വാസികളുടെ സമൂഹം ബാധ്യസ്ഥരാണ്. ഇസ്ലാമിലെ അന്ധവിശ്വാസങ്ങളും ശിർക്കും അനാചാരങ്ങളും കടന്നു വരാതെ ഇസ്ലാമിനെ സംരക്ഷിക്കേണ്ട ബാധ്യത മുസ്ലിം സമൂഹത്തിനുണ്ട്. കാരണം ഇനി ഒരു പ്രവാചകൻ വരാനില്ല. സാധാരണ ഒരു സമൂഹം പഴിച്ചു പോകുമ്പോൾ അവരെ പുനരുദ്ധരിക്കാൻ വേണ്ടി അടുത്ത അമ്പിയാക്കന്മാരിൽ ഒരാൾ വരും. ബനൂ ഇസ്രായേലുകൾ അവർ നാശത്തിൽ വരുമ്പോൾ വിവിധ പ്രവാചകന്മാർ അവരിലേക്ക് വന്നിരുന്നു. ഈസാ അലൈഹിസ്സലാമിനെ ദൈവപുത്രനാക്കുകയും ആ ഇസ്ലാമിൽ തിന്മകൾ നിറയുകയും ചെയ്തപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂലാഗതനാകുന്നത്. പക്ഷെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ റസൂലാണ്. ഇനി മറ്റൊരു നബി വരാനില്ല. അതുകൊണ്ട് ആ ഇസ്ലാമിനെ തനത് ശൈലിയിൽ സംരക്ഷിക്കേണ്ട ബാധ്യത മുസ്ലിം സമൂഹത്തിനുണ്ട്. അവരെയാണ് അമ്പിയാക്കന്മാരെ ഏൽപ്പിച്ച ദൗത്യം അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്ലാം അതിന്റെ മൂലപ്രമാണങ്ങൾ അല്ലാഹു തആല സംരക്ഷിക്കുന്നു. വിശുദ്ധ ഖുർആനിനെ ആരെന്ത് വിചാരിച്ചാലും അതിലൊരു മാറ്റം വരുത്താൻ പറ്റാത്ത വിധം ഖുർആനിനെ അല്ലാഹു തആല സംരക്ഷിക്കും. അതേസമയം മുൻകാല വേദഗ്രന്ഥങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. സബൂറും ഇഞ്ചീലും അതേപോലെ തൗറാത്തൊക്കെ തിരുത്തലുകൾക്ക് വിധേയമായി. അതിൽ പുരോഹിതന്മാരുടെ ഇടപെടലുകൾ ഉണ്ടായി.
അവസാനം അതിൽ അള്ളാഹുവിന്റെ വചനം ഏതാണ്, പുരോഹിത വചനങ്ങൾ ഏതാണ് എന്ന് മനസ്സിലാകാത്ത വിധം എല്ലാം കൂടിക്കുഴഞ്ഞ രൂപത്തിലായി തീർന്നു. അവസാനം അത് തികഞ്ഞ ഇസ്ലാം വിരുദ്ധമായ ആശയങ്ങൾ അതിൽ രൂപപ്പെടുത്തി വന്നു. പക്ഷെ അങ്ങനെ ഒന്നും വിശുദ്ധ ഖുർആന്റെ കാര്യത്തിൽ സംഭവിക്കില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അല്ലാഹു തആലയാണ് ഈ ഖുർആൻ ഇറക്കിയത്, അല്ലാഹു അതിനെ സംരക്ഷിക്കും. കഴിഞ്ഞ 14 നൂറ്റാണ്ടുകൾക്കിടയിൽ വിശുദ്ധ ഖുർആനിനെ തകർക്കാൻ ഒരുപാട് ശ്രമങ്ങൾ ആ വിഷയകമായി നടന്നിട്ടുണ്ട്. പക്ഷേ ഖുർആനിന്റെ ഒരക്ഷരത്തെ മാറ്റാൻ സാധിക്കില്ല. കാരണം ഇന്നും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഹർക്കത്ത് പോലും തെറ്റാതെ അത് ഹൃദിസ്ഥമാണ്. ലോകത്തെ മുസാഫിന്റെ എല്ലാ കോപ്പികളും നഷ്ടപ്പെട്ടാലും ലക്ഷക്കണക്കിന് മനുഷ്യരത് മനഃപ്പാടമാക്കിയിട്ടുണ്ട് എല്ലാ കാലത്തും. അതുകൊണ്ട് യഹൂദന്മാരൊക്കെ പലപ്പോഴും ഖുർആനിനെ പല മാറ്റത്തിരുത്തലുകളോടുകൂടി ഇറക്കിയിട്ടൊന്നും വിശുദ്ധ ഖുർആനിനൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതൊരു മൂലപ്രമാണമായി അവിടെ ഉണ്ട്. അതുകൊണ്ട് ഇസ്ലാമിന്റെ അതിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് തെറ്റിക്കാൻ കഴിയില്ല. അതേപോലെ വളരെ ശുദ്ധമായ ഘടനയിൽ ഹദീസുകളും നിലവിലുണ്ട്. ഹദീസുകൾ ഏറ്റവും ശുദ്ധീകരിച്ച അതിന്റെ ഏറ്റവും ഉന്നതമായ ഹദീസ് ഗ്രന്ഥങ്ങൾ ബുഖാരി, മുസ്ലിം ഒക്കെ വളരെ അതിന്റെ തനത് ശൈലിയിൽ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് ഒരാൾക്ക് ഇസ്ലാമിനെ അതിന്റെ ആശയത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയില്ല. ഇസ്ലാമിൽ ഒരു കാര്യം പുതുതായി ചേർക്കാൻ കഴിയില്ല. പക്ഷേ എന്നിരുന്നാലും ഇസ്ലാമിൽ അതിന്റെ പ്രവണതകൾ ഉണ്ടാവിക്കൊണ്ടേയിരിക്കും. ആ പ്രവണതകളെ ഇടപെട്ടുകൊണ്ട് സംസ്കരിച്ചെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇസ്ലാമിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ചില അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ശിർക്കുകൾ, ഇസ്ലാം വിരുദ്ധമായ നിലപാടുകൾ മുസ്ലിം സമൂഹത്തിലേക്കും ഇസ്ലാമിലേക്കും അരിച്ചു കയറിക്കൊണ്ടിരിക്കും. പക്ഷെ അതിനപ്പപ്പോ സംസ്കരിച്ചെടുക്കേണ്ടത് ഇസ്ലാമിന്റെ ബാധ്യതയാണ്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ കഅബ നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചെടുക്കുക, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ഭൂമിയിൽ ആദ്യമായി സ്ഥാപിതമായ പരിശുദ്ധ ദേവാലയമാണ് കഅബ. ഇന്ന അവ്വല ബൈത്തിൻ ഉദിയ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറക്. ആ കഅബാലയത്തിന്റെ അസ്ഥിവാരം പടുത്തുയർത്തിയത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ചേർന്നാണ്. വൈദ യർഫഉ ഇബ്രാഹിമു ഖവാഇദ മിനൽ ബൈത്ത് വ ഇസ്മായിൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് എല്ലാവർക്കും അംഗീകരിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിഗ്രഹഭഞ്ജകനായ, ശിർക്ക് വിരുദ്ധനായ, ശിർക്കിനെതിരെ പോരാടിയ മഹാപ്രവാചകനാണ്. അതിന്റെ പേര് അഗ്നികുണ്ഡത്തിൽ എറിയപ്പെട്ട പ്രവാചകനാണ്. അപ്പൊ ശിർക്കിൽ നിന്ന് മാറി ഏകനായ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ ഭൂമിയിൽ ആദ്യമായി സ്ഥാപിതമായ പരിശുദ്ധ ദേവാലയം കഅബ. ആ കഅബക്കകത്ത് പോലും ഇതേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും ബിംബങ്ങൾ ഉണ്ടായി എന്നതാണ് ചിത്രം. കാരണം അത് അങ്ങനെ വന്നു, അതിലേക്ക് വന്ന് അവസാനം കഅബക്കകത്ത് തന്നെ ബിംബമുണ്ടായി. ആ ബിംബങ്ങളുടെ കൂട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ബിംബമുണ്ടായി, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ബിംബമുണ്ടായി. ഇത് തന്നെയാണ് അന്നത്തെ മുസ്ലിമീങ്ങളാണ് ഇന്നത്തെ യഥാർത്ഥത്തിൽ ഇഞ്ചീലിന്റെ ആൾക്കാരായ ക്രിസ്ത്യാനികൾ. അവരാണല്ലോ നബി വരുന്നതിനുള്ള മുമ്പുള്ള മുസ്ലിമീങ്ങൾ. അവരെ പഠിപ്പിച്ചത് ഈസാ നബി അലൈഹി സ്വലാം ഞാൻ അള്ളാഹുവിന്റെ ദാസനാണെന്നാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നാണ്. പക്ഷെ ക്രമേണ ഈസാ അലൈഹി സ്വലാമിനെ പതുക്കെ ദിക്കത്ത് നൽകി ഈസാ അലൈഹി സ്വലാമിനെ അള്ളാഹുവിന്റെ പുത്രനാക്കി മാറ്റി. എന്താണ് ഇസ്ലാം പഠിപ്പിച്ചത് അതിന് ഘടകവിരുദ്ധമായ ആശയത്തിൽ ആ മതദർശനം രൂപപ്പെട്ടു. ഇത് അതിനു മുമ്പ് നമ്മൾ എടുത്തു നോക്കിയാൽ തൗറാത്തിന്റെ ആളുകൾ തന്നെയാണ് അവസാനം ഉസൈർ അലൈഹി സ്വലാമിനെ അള്ളാഹുവിന്റെ പുത്രനാക്കി മാറ്റിയത്. അപ്പൊ ഈ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ ഇങ്ങനെ പതുക്കെ കയറി വരും. ഇപ്പൊ നമ്മുടെ കേരളത്തില് മുസ്ലിം സമുദായത്തിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഹൈന്ദവ സമൂഹവുമായിട്ട് ഇടപഴകി ജീവിക്കുമ്പോൾ അവരുടെ പലതും ഇങ്ങനെ പതുക്കെ നമ്മളിലേക്ക് കയറി കൂടിയിട്ടുണ്ട്. അല്ലാതെ ഇസ്ലാമിന് അതിനായിട്ട് ഒരു ബന്ധമില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ചന്ദനക്കുടം, നേർച്ച, ആന, ചെണ്ട, വാദ്യം, അതിന്റെ മേളകള്, അതിന്റെ കാട്ടിക്കൂട്ടലുകള്, കൊട്ടലുകള്,
ഒരു ബന്ധവും ദീനുൽ ഇസ്ലാമിന്റെ അതിനില്ല, ഒരാളും പറയില്ല. പക്ഷെ എങ്ങനെ അത് വന്നു? ഇതര സമുദായങ്ങൾ അത് ചെയ്തപ്പോൾ പതുക്കെ പതുക്കെ നമ്മളിലേക്ക് വന്നു. പിന്നെ അത് നമ്മളെ ആചാരമായി നമ്മുടെ ദർഗകളോട് ചേർന്നായി പോയി. അതേപോലെ തന്നെയാണ് ഖബറുകൾ കെട്ടിപ്പൊക്കി ദർഗകൾ രൂപപ്പെടുത്തുന്നതും ജാറകൾ രൂപപ്പെടുത്തുന്നതും ഇസ്ലാമിലില്ല. പക്ഷെ മറ്റു മതങ്ങളിൽ അത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ പുണ്യപുരുഷന്മാരുടെ ഖബറുകൾ മക്ബറകളെ പുണ്യഭേഗങ്ങളാക്കി മാറ്റി മാറ്റി പള്ളികളെക്കാളേറെ ദർഗകൾ ഇന്ത്യ രാജ്യത്ത് രൂപപ്പെട്ടു. അവിടെ ആരാധനകൾ, അതിൽ ചില ആരാധന ചില സ്ഥലത്തൊക്കെ പോയൊക്കെ ഞാനൊരിക്കൽ ഔറംഗാബാദിൽ പോയപ്പോൾ അവിടെ കണ്ടത് ആ ജാറത്തിൽ ശയന പ്രദക്ഷിണമുണ്ട്. ഒരു ഹിന്ദു ആ ദേവാലയത്തിൽ എന്തൊക്കെ നടക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. മൈപ്പീരിയേറ്റൂടിയുടെ പരിപാടി ഉസ്താദാണ് ഈ പരിപാടിയൊക്കെ ചെയ്തു. കാരണം ഇത് അതിന്റെ രീതിയിലാണ്. നമുക്ക് മരിച്ചാൽ 3 ദിവസം താജിയത്ത് ഉണ്ടാവും, അതിന്റെ ദുഃഖാചരണം കഴിഞ്ഞാൽ പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പക്ഷെ നമ്മുടെ നാട്ടിലെത്തുണ്ടായിരുന്നു 16 അടിയന്തരം ഉണ്ടായിരുന്നു, 7 അടിയന്തരം ഉണ്ടായിരുന്നു, 30 അടിയന്തരം ഉണ്ടായിരുന്നു, കൊല്ലത്തിന്റെ ആണ്ടുണ്ടായിരുന്നു, ആണ്ടിന്റെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അത് അങ്ങനെ തന്നെ സ്വീകരിച്ചു. നമ്മൾ അങ്ങനെ തന്നെ സ്വീകരിച്ചു. ഇത് പരിശോധിച്ച് നോക്കിയാൽ ഇതൊരു പ്രവണത ശരിക്കുണ്ട്. ഒരിക്കൽ മൂസാ നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായേലുകളുമായിട്ട് ഇങ്ങനെ അവരെ സംസ്കരിച്ച് അവരെ നന്നാക്കിയെടുത്ത് അവരെ ചെങ്കടൽ കടത്തി അത്ഭുതകരമായ മുഅ്ജിസത്തിലൂടെ അപ്പുറം കടത്തി കൊണ്ടുപോവുകയാണ്. ആ ജനതയ്ക്ക് അള്ളാന്റെ മുഅ്ജിസത്ത് മനസ്സിലായി. തങ്ങൾ ചെങ്കടൽ കടന്നാ പോണത് ഇത്രയും വലിയതാണ്. പക്ഷെ അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറെ ആൾക്കാർ ഒരു മരത്തിന്റെ ചുറ്റും നിന്നിട്ട് പൂജ നടത്തും. അപ്പൊ ഈ മനുഷ്യന്മാർ മൂസാ നബിയോട് പറയാണ്, അവർക്കൊക്കെ ഒരുപാട് പടച്ചവന്മാരുടെ പോലെ ഞങ്ങൾക്ക് കുറച്ച് ദൈവങ്ങളെത്താം. ഇതുവരെ തൗഹീദിൽ കൊണ്ടുപോകുക അപ്പളായി പറയും. കാരണം മനുഷ്യർക്ക് ഇതിനോടൊരു ഭയങ്കര താല്പര്യം. വിശ്വാസം നല്ല രീതിയിൽ വിശ്വസിക്കാൻ പറഞ്ഞാൽ ആൾക്കാരുണ്ടാവില്ല, സദഖ കൊടുക്കാൻ പറഞ്ഞാൽ ഉണ്ടാവില്ല. പക്ഷെ വേണമെങ്കിൽ സ്വർണത്തിന് എന്തെങ്കിലും സാധനം കൊണ്ടു കൊടുക്കാൻ തയ്യാറാണ്, എന്ത് ത്യാഗം ചെയ്യാനും തയ്യാറാണ്. സ്വന്തം മക്കളെ ഒന്ന് ദീനിയായി നിസ്കരിപ്പിച്ച് ജീവിപ്പിക്കാൻ പറയാൻ മനുഷ്യർക്ക് തയ്യാറില്ല. വേണമെങ്കിൽ മക്കളെ കുരുതി കൊടുക്കാൻ തയ്യാറാണ്. സ്വന്തം ഭാര്യയുടെ മക്കളെ ദീനിയായ വസ്ത്രത്തിൽ നടത്താൻ പറഞ്ഞാൽ കൂട്ടാക്കൂല. പക്ഷെ ഭാര്യനെ വേണമെങ്കിൽ ഈ പുരോഹിതന്മാരുടെ മുമ്പിൽ സമർപ്പിക്കാൻ തയ്യാറാണ്. ഇതൊക്കെ ഈ കേരളത്തിൽ മുസ്ലിങ്ങളുടെ പേരിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയ്യിൻ അൻദു അലൈഹാ ബിന്നവാജിദി ഇയ്യാകും വൽ മുഹ്ദസാത്തുൽ ഉമൂർ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തുൻ ദലാല. നിങ്ങൾ ഇസ്ലാമിനെ മുറുകെ പിടിക്കണം. പുതുതായി ദീനിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുന്നതിനെ കുറിച്ച് ജാഗ്രത പാലിക്കണം. ദീനുൽ ഇസ്ലാമിൽ എന്തെങ്കിലും കൂട്ടിച്ചേർത്തോ അത് ദീനിൽ നിന്ന് അനാചാരമാണ്, അതൊക്കെ വഴികേടിലാണ്. നിങ്ങൾ എന്റെ ചര്യയെ മുറുകെ പിടിക്കുക, ഖുലഫാഉർ റാഷിദുകളുടെ ചര്യയെ മുറുകെ പിടിക്കുക. റസൂൽ ആവർത്തിച്ചു പറഞ്ഞു, ആരെങ്കിലും എന്റെ പേരിൽ എന്തെങ്കിലും കെട്ടിച്ചമച്ചാൽ അവൻ മക്കാലുഹു ഫിന്നാർ, നരകത്തിൽ ഒരു ഇരിപ്പിടം തയ്യാറാക്കിക്കോട്ടെ. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചതാണ്. പക്ഷെ ഇതേ ഇസ്ലാമിലേക്കാണ് വരുന്നത്. അതിൽ വന്ന ഒരു സാധനമാണ് ഈ പൗരോഹിത്യം എന്ന് പറഞ്ഞൊരു സാധനം. ആ പൗരോഹിത്യമാണ് പിന്നെ ബാക്കി പണികളൊക്കെ ചെയ്യാൻ. നിങ്ങളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയേ, പൗരോഹിത്യത്തിന്റെ ഒരംശം പോലും ദീനുൽ ഇസ്ലാമിൽ ഇല്ലേ ഇല്ല. ക്രിസ്തു മതത്തിലുണ്ട്, ഹിന്ദു മതത്തിലുണ്ട്, ജൂതമതത്തിലുണ്ട്, എല്ലാ മതത്തിലുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് വേണ്ട. പക്ഷെ ഇസ്ലാം പറഞ്ഞില്ല, ഇസ്ലാം ഇസ്ലാമിൽ പൗരോഹിത്യമില്ല. നിങ്ങൾ കെട്ടിച്ചമച്ച, അവരെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ തന്നെ ഖുർആൻ പറഞ്ഞ, നിങ്ങൾ സ്വയം രൂപപ്പെടുത്തിയ, നമ്മൾ കൽപ്പിച്ചിട്ടില്ലാത്ത പൗരോഹിത്യം. എന്റെ ഖുർആൻ പൗരോഹിത്യത്തെ രൂക്ഷമായി വസിച്ചു. അവരിലെ പുരോഹിതന്മാരും പാതിരിമാരും പരസ്പരം റബ്ബുകളാക്കി മാറ്റി. അദീബിൻ ഹാത്തിം റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ക്രിസ്ത്യാനിയായി വന്ന മനുഷ്യൻ, പിന്നീട് ഇസ്ലാം സ്വീകരിച്ച സ്വഹാബി, അദ്ദേഹം പറഞ്ഞു റസൂലുള്ളാഹിനോട്, റസൂലേ, ഞങ്ങൾ റബ്ബൊന്നും ആക്കിയിട്ടില്ല പുരോഹിതന്മാരെ. അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചു, അവർ ഹലാലാക്കിയതിനെ നിങ്ങൾ ഹലാലാക്കുകയും അവർ ഹറാമാക്കിയതിനെ നിങ്ങൾ ഹറാമാക്കുകയും ചെയ്യാറില്ലേ? അത് ചെയ്യാറുണ്ട്. ഉടനെ റസൂൽ പറഞ്ഞു, അതന്നെയാണ് അവരെ റബ്ബാക്കുക എന്ന് പറഞ്ഞാൽ. പുരോഹിതൻ എന്തു ഹലാലാക്കാം, പുരോഹിതൻ എന്തു ഹറാമാക്കാം. ഇസ്ലാമിൽ ഹലാലാക്കാനും ഹറാമാക്കാനുമുള്ള അധികാരം അല്ലാഹുവിനാണ്. പക്ഷെ പൗരോഹിത്യ മതത്തിൽ അത് പുരോഹിതനാണ്. ഓപ്പിന് വേണമെങ്കിൽ മതം തന്നെ ഉണ്ടാക്കാം,
പുതിയ ആരാധന ഉണ്ടാക്കാൻ അധികാരം ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഇസ്ലാം പറഞ്ഞത് ഇത്തഹദു അഹ്ബാറഹും അവര് പുരോഹിതന്മാര് റബ്ബുകളാക്കി മാറ്റി എന്ന് മാത്രമല്ല, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഖുലൂന അംവാലൻ നാസ് ബിൽ ബാത്തിലി വയസുദ്ദൂന അൻ സബീലില്ലാഹ്. പുരോഹിതന്മാരിലും പാതിരിമാരിലും പെട്ട ഒട്ടേറെ ആളുകളുണ്ട്. അവർ ജനങ്ങളുടെ പണം അന്യായമായി പിടുങ്ങുകയും ദൈവിക സരണിയിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ ഖുർആൻ അവലോകനം ചെയ്തിട്ട് ഇസ്ലാം പറഞ്ഞു എല്ലാവർക്കും ഒരേ നിയമം. ഭയങ്കര രസം. റസൂലുള്ളാഹിയുടെ അതേ നിയമം തന്നെ നമുക്ക്. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട റസൂലിന്റെ നിയമം, റസൂലിന് 5 നിസ്കാരം, നമുക്ക് 5 നിസ്കാരം. റസൂലിന് റമദാൻ മാസത്തിൽ നോമ്പ് നിർബന്ധം, നമുക്ക് നോമ്പ് നിർബന്ധം. റസൂലിന്റെ ചില ഉത്തരവാദിത്തങ്ങൾ മാറ്റിവെച്ചാൽ ബാക്കി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അതേ നിയമമാണ് എനിക്കും നിങ്ങൾക്കൊക്കെ ഉള്ളത്. ഉമർ റളിയല്ലാഹുവിന്റെ അതേ നിയമമാണ് എനിക്കും നിങ്ങൾക്കുള്ളത്. സഹാബാക്കൾക്കുള്ള അതേ നിയമമാണ് എനിക്കും നിങ്ങൾക്കുള്ളത്. ഇസ്ലാമിലെ മഹാപണ്ഡിതനായ ഇമാമിങ്ങൾക്കുള്ള അതേ നിയമമാണ് നമുക്കുള്ളത്. മഹാപണ്ഡിതന് കല്യാണം കഴിക്കണ്ടെന്നോ മഹാപണ്ഡിതന് 6 വക്ത് നിസ്കരിക്കാന്നോ ഒന്നുമില്ല. ഒരേ നിയമം. ക്രിസ്തു മതത്തിൽ അങ്ങനെയല്ല. അച്ഛന് കല്യാണം കഴിക്കാൻ പാടില്ല, അച്ഛന് പ്രത്യേക പൂജ, അച്ഛന് ചിന്താലേ ശരിയാവുള്ളൂ, അച്ഛൻ വേണം, പല ആരാധനകൾക്കും പുരോഹിതമാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഗതിയില്ല. ഇസ്ലാമിൽ ഒരു കാര്യത്തിനും ഒരു പുരോഹിതന്റെ ആവശ്യമില്ല. നിങ്ങൾ 4 ആൾ നിസ്കരിക്കുമ്പോൾ ഒരാൾ ലീഡർഷിപ്പിൽ ഇമാമായി നിൽക്കണം. അത് ആർക്കും ആകാം, ആർക്കും ആകാം, ഏതാൾക്കും ഇമാമായി നിസ്കരിക്കാം. പിന്നെ ഏതാണുള്ളത്? പിന്നൊന്നുമില്ലേ. നിക്കാഹിന് പോകുമ്പോൾ ഇസ്ലാമിൽ ഒരു ആൾ വേണ്ട, ഉണ്ടാകരുത് എന്നാണ് ഇസ്ലാമിന്റെ കൽപ്പന. നിക്കാഹിനെങ്ങനെ? എന്റെ മോളെ ഞാൻ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു വന്നിരിക്കും, സാക്ഷിയുടെ സാന്നിധ്യത്തിൽ പറയുന്നു, ഞാൻ സ്വീകരിച്ചു. ഇസ്ലാമിൽ നിക്കാഹ് വരും. നമ്മൾ ചെയ്യുന്നത് തെറ്റാ. ആദ്യത്തെ ഉസ്താദ് എന്റെ മോള് ഫാത്തിമാനെ ഞാൻ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്ത് തന്നിരിക്കുന്നു. ഉസ്താദ് ഫാത്തിമ എന്ന് പറഞ്ഞ മോളുണ്ടായി കുടുങ്ങിപ്പോകും. ആ ചങ്ങായി നേരെ ഉസ്താദിനെ മൊത്തം നോക്കിയിട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ മോളെ കെട്ടിച്ചു നോക്കേണ്ടി വരും. തമാശ പോലും പറയാൻ പാടില്ല. എന്നിട്ട് ഞാൻ എനിക്കൊരു നിക്കാഹ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഒരു നിക്കാഹ് നമുക്ക് പോയ സ്ഥലത്ത് പെണ്ണിന്റെ വാപ്പ പറഞ്ഞു, ഞാൻ ഇതൊക്കെ കാണാതെ പഠിച്ചിട്ടുണ്ട്, അറബി പഠിച്ചിട്ടുണ്ട്, മലയാളം പഠിച്ചിട്ടുണ്ട്, ചക്കരി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അമിത് സാഹിബ് നിങ്ങളും നടത്തണ്ട, ഉസ്താദ് നടത്തണ്ട, ഞങ്ങൾ 2 ആളും നടത്തിക്കോളും. പക്ഷെ ഉസ്താദ് സമ്മതിച്ചില്ല. പിന്നെ ഞാൻ എന്തിനാ കല്യാണത്തിന് വന്നത്? ഞാൻ പറഞ്ഞു, ഈ വാപ്പ പറയണേ ഞാൻ പഠിച്ചിരിക്കണേ, പറയാനുള്ള ലഫ്ള് പഠിച്ചിരിക്കണേ, അറബി പഠിച്ചിരിക്കണേ, മലയാളം പഠിച്ചിരിക്കണേ, ഞാൻ പറഞ്ഞോളാം, പക്ഷേ പറ്റൂല. അവസാനം അദ്ദേഹം നാണം കെട്ട് ഒറ്റക്ക് ഇറങ്ങി പോവുക ചെയ്യും. ഇസ്ലാമിലില്ല, ഒരാളുടെ ആവശ്യമില്ല, ഒരു കർമ്മത്തിനും ആവശ്യമില്ല. താർക്കാനോ ഏതാൾക്കും താർക്കാം, ഏത് ആളെ കൊണ്ട് ചെയ്യിക്കാം. അതിൽ സാത്വികരായ ആളുകൾക്കുണ്ട്. അഥവാ ഞാൻ പറഞ്ഞു തന്നത് ഇസ്ലാമിൽ പൗരോഹിത്യത്തിന്റെ ഒരു വകുപ്പില്ല. ഇസ്ലാമിൽ വെള്ള വസ്ത്രം നല്ല വസ്ത്രമാണ്. അത് ഉസ്താദിന് മാത്രമല്ല, എല്ലാവർക്കും നല്ല വസ്ത്രമാണ്. ഇസ്ലാമിൽ തലകെട്ട് കെട്ടുണ്ടോ? അത് എല്ലാവരും കെട്ടിക്കോളി. കെട്ടണമെങ്കിൽ വേണ്ട. അഥവാ ഒരു വേഷം കെട്ട് പരിപാടിയും ദീനുൽ ഇസ്ലാമിൽ അനുവദിച്ചിട്ടില്ല. അത് വരുന്നത് കൊണ്ട് എന്താ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ എന്ത് വൃത്തികേടും ആളുകളെ പറ്റിക്കാം. ഞങ്ങൾ ദ്വാർന്നാലേ ശരിയാവും. അപ്പൊ ദ്വാർക്കം ചെല്ലേണ്ടി വരും, ദ്വാർക്ക കാശ് വെക്കേണ്ടി വരും. എപ്പോഴൊക്കെ ദ്വാർക്കേണ്ടത് പുതിയ വകുപ്പുകൾ ഉണ്ടാക്കണം. ഈ അടുത്തുള്ള സുഹൃത്ത് പറഞ്ഞ് ഗൾഫിൽ നിന്ന് വരുമ്പോൾ സ്ഥാനം വെച്ച് ദ്വാർപ്പിക്കണം, പോകുമ്പോൾ ഉറപ്പിക്കണം. രണ്ടും നല്ല സന്ദർഭങ്ങളാണ്. ഇതിനൊക്കെ പുരോഹിതന്മാർ എന്ത് ചെയ്യും? ജനങ്ങളുടെ പൈസ. ഞാൻ ഒരിക്കൽ ഹറമിന്ന് അനുഭവിച്ചതാ. മസ്ജിദ് ഹറമിന്റെ അടുത്തൊരു സ്ത്രീ നിന്ന് കരയാ. എന്തേലും ചോദിച്ചപ്പോ പറഞ്ഞു, ഇനി കാശൊക്കെ തീർന്നു. നമ്മൾ നിങ്ങൾക്ക് എന്തിനാ പൈസ? ഗ്രൂപ്പിൽ വന്നതല്ലേ, അതിലഞ്ഞ് ദ്വാർപ്പിക്കാനുള്ള പൈസ ഒക്കെ തീർന്നു. ദ്വാർപ്പിക്കാൻ പൈസ ഇല്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഹറമിലല്ലേ, നിങ്ങളാണ് ദ്വാർന്ന്. അയ്യേ, ഞാൻ ദ്വാർക്കേ. എന്താ മോനെ പറഞ്ഞ്? ദ്വാർക്കണെങ്കിൽ ഉസ്താദിനെ ദ്വാർക്കണം. അപ്പൊ ഞാൻ പൈസ കുറെ ദ്വാർപ്പിച്ചു, ഇനി ഒരു കാര്യം കൂടി ദ്വാർപ്പിക്കണം, അതിന് പൈസ ഇല്ല. ഞാൻ എന്നെ നോക്കിയപ്പോ എന്റെ കോലാണെങ്കിൽ ഇഹ്റാമിന്റെ വേഷമല്ല, ഏതൊരു കോലാണ്. ഞാൻ ദ്വാരം തരാന്ന് പറഞ്ഞാൽ അവർക്കും വിശ്വാസമാവില്ല. കാരണം ഈ ചെക്കനെങ്കിലും ദ്വാരക്കാന്ന് പറഞ്ഞിട്ട് അതും ഞാൻ മുണ്ടില്ല. അവസാനം ഇത് ചൂഷണങ്ങളാണ്. ഈ ചൂഷണം പോയി അവസാനം തങ്ങളുടെ സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടി ശുദ്ധ തൗഹീദിനെ പോലും തകർക്കുന്ന പൗരോഹിത്യം നമ്മുടെ നാട്ടിൽ വളരെയാണ്. സൂക്ഷിക്കണം. ഈ അടുത്തൊരു പണ്ഡിതൻ ചെയ്ത പണി തന്നെ തേൻ കച്ചവടം അല്ലേ? ഈ തേന് എന്ത് വിചാരിച്ചിട്ടാണ് കഴിച്ചാൽ എന്തും കിട്ടും. ഇതാണ് ഇത്. പണ്ട് എവിടെയെങ്കിലും ഒരു മുലക്ക് ഇരുന്നിട്ട് 4 ആളെ പറ്റിക്കല് തരക്കളില്ല. ഇത് യൂട്യൂബിൽ വരുന്നു, വാട്സപ്പിൽ വരുന്നു, സോഷ്യൽ മീഡിയയിൽ വരുന്നു.
എന്നിട്ട് ജനങ്ങളെ മുമ്പിൽ വെച്ചിട്ട് പറയാണ് ഈ തേന് അന്നാലെ വിചാരിച്ചു കുടിച്ചാൽ ഇന്ന പുണ്യം. എന്നിട്ട് മുമ്പിൽ പറയുന്നു ഈ സദസ്സിലിരിക്കുന്ന ഹിന്ദുക്കളിലെ അവർ ഗുരുവായൂരപ്പനെ വിചാരിച്ചിട്ട് കുടിച്ചാൽ മതി, അവർ ഗുരുവായൂരപ്പനെ വിചാരിച്ചു കുടിച്ചാൽ മതി. ഒരു തങ്ങളാണ് ഈ പറയുന്നത്. ആ തങ്ങൾ പറയുമ്പോൾ ആ സ്റ്റേജിൽ മതപണ്ഡിതന്മാരുടെ നില തന്നെ ഇരിക്കുന്നുണ്ട്. ഒരു മതപണ്ഡിതനും അതിനെ എതിർക്കുന്നില്ല. ഗുരുവായൂരപ്പനെ വിചാരിച്ച് ഈ തേന് കുടിച്ചാൽ പുണ്യം കിട്ടുമെന്ന് ഈ സമുദായത്തിന്റെ പണ്ഡിതന്മാർ ഈ സമുദായത്തെ പഠിപ്പിക്കുമ്പോ ശിർക്കിറക്കല്ലേ, ശിർക്കിറക്കുകയില്ലേ? ഞാൻ പറയുന്നത് ഞാൻ സാധാരണ പറയാറില്ലേ. പക്ഷേ ഇനിങ്ങനെ അനുവദിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഇസ്ലാമിനെ വിറ്റ് കാശാക്കും ഈ പൗരോഹിത്യം. ഇസ്ലാമിനെ വിറ്റ് കാശാക്കും പൗരോഹിത്യം. അവസാനമുള്ള മായാവി കഥകളൊക്കെ ഞാൻ ഈ അടുത്തറിഞ്ഞ എന്റെ തറവാടിന്റെ തൊട്ടടുത്താണ് അയിലക്കാട്. അവിടെ ഇങ്ങനെ ഒരു പുണ്യമുള്ള കാരണം അവിടെ ഒരു സുലൈമാൻ മുസ്ലിയാർ ഉണ്ടായിരുന്നു. മൂപ്പർക്ക് ഏതാണ്ട് കൊടുത്താൽ സ്വർണ്ണാക്കി കൊടുത്തിരുന്നു. കാരണം ഭയങ്കര കൃപയുള്ള ഉസ്താദായിരുന്നു മൗലവിയായി, ഭയങ്കര കൃപയുള്ള മൗലവിയായിരുന്നു. അപ്പൊ പെൺകുട്ടിനെ കെട്ടിക്കാൻ വയ്യാന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാം, മൂപ്പരോരെല്ലാണ്ട് പറിച്ചു കൊടുത്ത് ഇങ്ങനെ കൊടുത്താൽ സ്വർണ്ണായിരുന്നു. ഇത് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഇത് കേൾക്കുന്ന ചെറുപ്പക്കാർ ഇസ്ലാമിലേക്ക് വരുമോ? ഇല കൊടുത്തിട്ട് സ്വർണ്ണാക്കുന്ന കഥ പറഞ്ഞാൽ, ഫ്ലൈറ്റ് തിരിച്ചുവിടുന്ന കഥ പറഞ്ഞാൽ, പാലില്ലെങ്കിൽ പാലുണ്ടാക്കിയിട്ട് കാർ ഓടുന്ന കഥ പറഞ്ഞാൽ, എന്നിട്ട് പൗരോഹിത്യത്തിന്റെ അങ്ങോട്ട് അരക്കിട്ട് ഉറപ്പിക്കുക, തങ്ങൾ ചെയ്താലേ എന്തുമാകും എന്നിടത്തേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുക. അപകടകരമായ അവസ്ഥ ഇസ്ലാമിക സമൂഹം നേരിടാം. ഇസ്ലാമിക സമൂഹത്തിൽ സംസ്കരണ പ്രവർത്തനങ്ങൾ നടന്നേ പറ്റും. ഇസ്ലാമിക പണ്ഡിതന്മാരുണ്ട്, പണ്ഡിതന് സ്ഥാനമുണ്ട്, ആരും ശരിക്കുന്നില്ല. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അറിവുള്ള ആളുകൾ, അറിവുള്ളവർക്കൊക്കെ പലതരം അറിവുണ്ട്, എല്ലാ തരം അറിവുള്ളവരും പണ്ഡിതന്മാരാണ്. ഒരു ഡോക്ടർ പണ്ഡിതനാണ്, വൈദ്യശാസ്ത്രത്തെ കുറിച്ച് നല്ല അറിവ് അദ്ദേഹത്തിന്. അദ്ദേഹം അത് ഇസ്ലാമികമായി അള്ളാഹുവിനെ കുറിച്ച് വിചാരിച്ചാൽ അദ്ദേഹം ഇസ്ലാമിക കാഴ്ചപ്പാടിൽ പണ്ഡിതൻ ആലിമാണ്. ശാസ്ത്രജ്ഞന് അറബിയിൽ പറയാ ആലിമ് തന്നെ, ശാസ്ത്രജ്ഞന് ആലിമ് എന്നാ പറയാ. ശാസ്ത്രത്തിന് പറയൽ ഇൽമ് എന്നുള്ള വാക്ക് തന്നെയാണ്. ഈ പണ്ഡിതനാണോ? പണ്ഡിതന്റെ ദർജ ഇസ്ലാം പഠിപ്പിച്ചു. ആലിം എന്ന് പറഞ്ഞാൽ ആയിരം ഭക്തനേക്കാൾ ശക്തനാണ് അള്ളാഹുവിന്റെ മുമ്പിൽ. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഭയപ്പെടുന്നത് ഇൽമുള്ള ആളുകളാണ്. ഇൽമിന് വലിയ സ്ഥാനമുണ്ട്. കാരണം ഇസ്ലാം വിജ്ഞാനം തേടാൻ പഠിപ്പിച്ചിരിക്കുന്നു. 1 മണിക്കൂർ വിജ്ഞാന സമ്പാദനം ഒരു രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ആരെങ്കിലും വിജ്ഞാനം തേടി പുറപ്പെട്ടാൽ സ്വർഗത്തിലേക്കുള്ള വഴി അത് എളുപ്പമാണ്. എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ ബനൂ ഇസ്രായേൽ സമുദായത്തിലെ അമ്പിയാക്കന്മാരെ പോലെയാണ്. അതിന്റെ അർത്ഥം വിവരമുള്ള ആൾക്ക് സ്ഥാനമുണ്ട്. വിവരത്തിനനുസരിച്ചാണ് ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുകയും ഇസ്ലാമിനെ സമൂഹത്തിൽ സ്ഥാപിക്കാൻ വേണ്ടി പണിയെടുക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണം എന്നാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ അങ്ങനെയായിരുന്നു. അവർ താണ്ടാത്ത പ്രദേശങ്ങളില്ല, എത്രയോ ഭൂഖണ്ഡങ്ങൾ താണ്ടിക്കൊണ്ട് വിജ്ഞാനം ശേഖരിക്കാൻ വേണ്ടി അവർ പണിയെടുത്തിരുന്നു. കാരണം പണ്ഡിതന്മാർ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ആളുകളാണ്. ദീർഘദൃഷ്ടിയോടുകൂടി പറഞ്ഞിരിക്കുന്നു. ആലോചിച്ചോക്കെ, എന്റെ സമുദായത്തിൽ ദുഷിച്ച കാലഘട്ടം വരാനുണ്ട്, ഒരു ചീത്ത കാലം. ആ കാലത്തിൽ ഇസ്ലാമിൽ പേര് മാത്രമേ അവശേഷിച്ചിരിക്കൂ. ഖുർആൻ അതിന്റെ അക്ഷരങ്ങളിൽ പരിമിതമായിരിക്കും. വലിയ വലിയ പള്ളികളായിരിക്കും, പക്ഷേ സന്മാർഗത്തിൽ നകന്നതായിരിക്കും. എന്നിട്ട് റസൂൽ പറഞ്ഞ 4ാമത്തെ കാര്യം, അന്നത്തെ പണ്ഡിതന്മാർ ആകാശത്തിന് കീഴിലുള്ള നികൃഷ്ട ജീവികളായിരിക്കും. ആകാശത്തിന് കീഴിലുള്ള നികൃഷ്ട ജീവികളായിരിക്കും പണ്ഡിതന്മാരുടെ ദൗത്യം നിർവഹിച്ചിട്ടില്ലെങ്കിൽ പണ്ഡിതന്മാർ അവര് അല്ലാഹു റസൂൽ പറയുന്നത്, പണ്ഡിതന്മാർ ദീനാറോ ദിർഹമോ അല്ല അനന്തരമെടുത്തത്, പണ്ഡിതന്മാർ വിജ്ഞാനത്തെ അനന്തരമെടുത്ത ആളുകളാണ്. പണ്ഡിതന്മാർ എത്ര വിശുദ്ധമായ ജീവിതം നയിക്കേണ്ടവരാണ്. ആ പണ്ഡിതന്മാർ തങ്ങൾക്ക് പൈസ കിട്ടാനുള്ള പരിപാടികളും സമുദായത്തെ ചൂഷണം ചെയ്യുകയും ചതിക്കുകയും വഞ്ചിക്കുകയും, ആളുകൾക്ക് ഇപ്പോഴും വിജ്ഞാനം കിട്ടുന്ന പറഞ്ഞ കാര്യമില്ല, വെറും അന്ധവിശ്വാസികളാണ്. ഏറ്റവും നന്നായി ചെലവാകുന്ന സാധനം അന്ധവിശ്വാസമാണ്. വലിയ പാർലമെന്റിൽ പോകുന്നവരും വലിയ ഉദ്യോഗസ്ഥന്മാരും വലിയ വലിയ ആൾക്കാരൊക്കെ മറ്റു മതങ്ങളെ പ്രത്യേകിച്ചും കാണാൻ കഴിയും. പുരോഹിതന്മാരുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന്
അവരുടെ താല്പര്യങ്ങൾക്ക് വിധേയമായി ചില സിദ്ധന്മാരുടെയും ആളുകളുടെയും ഒക്കെ ഇടയിൽ പോവുകയാണ്. ഇത് നേരെ നമ്മളെ ആൾക്കാർ കോപ്പിയെടുക്കുക. കഷ്ടമാണ്. ജ്യോതിഷം നമ്മളെ ഇടയിൽ തുടങ്ങി. അവിടെ നിങ്ങളെ കുന്നോളം ഭാഗത്ത് പോകുമ്പോൾ അവിടെ വലിയൊരു ബോർഡ് കാണാം, ഇസ്ലാമിക ജ്യോതിഷം. ഭാഗ്യം ഇസ്ലാമിക കള്ളുചാക്കുന്ന അപ്പുറത്തെ എഴുതി വെക്കാൻ. കാരണം എനിക്കൊക്കെ ഇസ്ലാമികം ചേർത്ത് വെക്കണം. ഇസ്ലാമിക ജ്യോതിഷം എന്ത് നാളെന്ത് നടക്കും അത്താക്കല്ലാതെ ആർക്കറിയാം? وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت. ഭൂമിയിൽ എവിടെ വെച്ച് മരിക്കുമെന്നോ നാളെന്ത് സംഭവിക്കുമെന്നോ ഒരാൾക്കും പറയാൻ കഴിയില്ല. ഒരു പുരോഹിതനും ഒരാൾക്കും അറിയില്ല. ഇസ്ലാമിൽ ഒരാൾക്കും പറ്റില്ല. ഭാവി പ്രവചിക്കാൻ ഒരാൾക്കും കഴിയില്ല. അത് അല്ലാഹു തആലക്ക് മാത്രമേ അറിയൂ. ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ് എന്ന് ലോകത്തെ പഠിപ്പിക്കുന്നവരാ പണ്ഡിതന്മാർ. അല്ലാഹുക്കല്ലാതെ ഗൈബ് അറിയില്ല എന്ന് പണ്ഡിതന്മാരെ പഠിപ്പിക്കണ്ടേ. ആ പണ്ഡിതന്മാർ ഞാൻ നാളെ എന്താ ചെയ്യാന്ന് പറഞ്ഞു തരാന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാൻ പാടില്ല. നിങ്ങൾ നോക്കിയ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇസ്രായേൽ പറയുന്നുണ്ട്, കുലിദുല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കസ്ബത്തുദിയകും വലാ തഹബീല. പ്രവാചകരെ പറയണം, അല്ലാഹു അല്ലാതെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ദ്രോഹങ്ങൾ മാറ്റാനോ നിങ്ങളുടെ പ്രയാസങ്ങൾ തട്ടി നീക്കാനോ കഴിയില്ല. ഒരാൾക്കും കഴിയില്ല. ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല. ആണ് ഇവർ അള്ളാന്റെ സാമീപ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. നമ്മളിപ്പോ മൊഹീദ്ദീൻ ഷേഖ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിൽ മൊഹീദ്ദീൻ ഷേഖ് അവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാന്റെ കാര്യം എന്തായി? അദ്ദേഹം അങ്ങനെ റസൂൽ അങ്ങനെയല്ലേ? ഞാൻ ചോദിക്കുന്നത് ഈ മൊഹീദ്ദീൻ ഷേഖിനെക്കാളും ഈ സിയമിനെക്കാളും ഒക്കെ വലിയ അള്ളാന്റെ റസൂലാണല്ലോ. ഒരു സംശയം ഇതില്ല. അഷ്റഫുൽ ഖൽഖല്ലേ റസൂൽ. ആ റസൂൽ കരയാണ് നിന്റെ കാര്യം എന്തായി നോക്കിട്ട്. ആ റസൂൽ ഖുർആൻ ആയത്ത് ഓതുമ്പോൾ പൊട്ടി കരയാണ്. വേണ്ട, ഈ മഹാന്മാരെക്കാളും വലിയവരല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതിലും വലിയ ഔലിയ ഈ സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉമർ റളിയല്ലാഹുവിനെ പോലെ ഒരു ഔലിയ വേറെ ഉണ്ടായിട്ടുണ്ടോ? ആ ഉമർ റളിയല്ലാഹു അൻഹും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ കാര്യം എന്താകുമെന്ന് ഓർത്ത് ബേജാറ് കൊള്ളുന്ന ആളുകൾ, അവർ കരയുന്ന ആളുകൾ, അവർ അല്ലാഹുവിന്റെ മാത്രമല്ല വയർജൂന റഹ്മത്തുഹു. ആ ആളുകൾ ഇവര് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്ന ആ ആളുകളുണ്ടല്ലോ, അവർ അല്ലാഹുവിന്റെ കാരുണ്യം ആഗ്രഹിക്കുന്നവരാണ്. വയഖാഫൂന അദാബഹു. അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരാണ്. ഇന്ന അദാബ റബ്ബിക കാന മഹ്സൂറ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ ഗ്രഹിക്ക് കുറച്ച് ബോധം ഈ സമുദായം കാണിക്കേണ്ടതുണ്ട്. നമ്മൾ വിശ്വാസികൾ കാണിക്കണം. ദീനുൽ ഇസ്ലാമിനെ പൗരോഹിത്യത്തിൽ നിന്ന് രക്ഷിക്കാൻ നമുക്ക് കഴിയും. ഇപ്പൊ ക്രിസ്തു മതത്തിന്റെയും ഹൈന്ദവ മതത്തിന്റെയും യഹൂദ മതത്തിന്റെയും അതിന്റെ അടിവേരെടുക്കുന്നതും അതിനെ തകർക്കുന്നതും പൗരോഹിത്യമാണ്. ആ പൗരോഹിത്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ദീനുൽ ഇസ്ലാം. ഇസ്ലാം ചെയ്ത ഏറ്റവും വലിയ കാര്യം റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞല്ലോ, ആ റസൂല് പൗരോഹിത്യം സൃഷ്ടിച്ച ചങ്ങലക്കെട്ട് പൊട്ടിക്കാനാണ് റസൂല് വന്നത്. അതുകൊണ്ട് റസൂല് സാധാരണക്കാരൻ ഒരാളായിരുന്നു. പലപ്പോഴും സഹാബാക്കൾക്കിടയിൽ റസൂല് ഇരിക്കുമ്പോൾ റസൂല് എവിടെയെന്ന് വേഷത്തിൽ പോലും മനസ്സിലാവില്ല. പിന്നെ റസൂലിന്റെ ഒരു ഗാംഭീര്യവും റസൂലിന്റെ ഒരു ചൈതന്യവും കണ്ടിട്ടാണ് ഇത് റസൂലാൻ പലരും മനസ്സിലാക്കിയത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലുള്ള ആൾക്കാരൊന്നും മജ്‌ലിസിൽ ഇരുന്ന ഒരു മുദ്ദം കിട്ടില്ല. ആരാ അബൂബക്കർ സിദ്ദീഖ്, ആരാ ഖലീഫ എന്നറിയില്ല. അവർക്കൊരു വേഷമില്ല, വേഷം കിട്ടൂല, ഒരു കാട്ടിക്കൂട്ടലുമില്ല. അതാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത്. എല്ലാവർക്കും വേണമെങ്കിൽ അള്ളാഹിനെ സമീപിക്കാം. എല്ലാവരും അള്ളാഹിന്റെ അടിയാറുകളാണ്. ആരും വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ഇദാ ദഅവാനി ഫലയസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർഷദൂൻ. നിങ്ങൾ എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ അവരോട് ഏറ്റവും സമീപസ്ഥൻ. എന്നെ വിളിച്ചോ, ഒരാളെ എന്റെ ഇടയിൽ വേണ്ട, ഒരാളും വേണ്ട. നമ്മളെ ഹൃദയത്തിൽ തട്ടിയിട്ട് അള്ളാഹ് വിളിക്കുന്നതിന്റെ അത്ര ഒരു സ്ഥാനം കൊണ്ട് കൊടുത്ത് ഓർപ്പിച്ചാൽ കിട്ടൂല. തോർപ്പിക്കലൊക്കെ നല്ല കാര്യം കേട്ടോ, പക്ഷെ കാശ് കൊടുത്തിട്ടാണ് തോർപ്പിക്കണമെങ്കിൽ അത് നല്ല കാര്യമല്ല, അത് കള്ളത്തരം. ഇദ്ദേഹം പറഞ്ഞാൽ എന്തോ പ്രത്യേകം കിട്ടും എന്ന് അദ്ദേഹം വാദിച്ചിട്ടുണ്ടെങ്കിൽ അത് കള്ളവാദമാണ്, അത് കള്ളവാദമാണ്. അഥവാ ഞാൻ പറഞ്ഞു വന്നത് ആരെയും കുറ്റപ്പെടുത്താനില്ല. നമ്മുടെ ദീനിനെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതിന്റെ തനത് ശൈലിയിൽ ഇനിയും ഖിയാമത്ത് നാൾ വരെ നിലനിർത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ പൗരോഹിത്യമില്ലാത്തത് കൊണ്ടാണ് ഇസ്ലാം അതിന്റെ സജീവമായി ലോകത്തിൽ നിന്ന് നിലനിന്നത്. അതല്ലെങ്കിൽ ഈ ദീൻ എന്തൊക്കെയോ ആയി, എന്തൊക്കെയോ വൃത്തികേടുകളുടേതായി മാറിപ്പോയാൽ അതിനെ സജീവമായി നിലനിർത്തുന്നത്, അതിന്റെ ശുദ്ധ തൗഹീദിന്റെ ഘടനയിൽ അതിനെ നിലനിർത്താൻ കഴിയുന്നത് ഈ പൗരോഹിത്യമില്ലാത്ത നിലപാട് സ്വീകരിച്ചതിന്റെ പേരിലാണ്. പകരം പുരോഹിതന്മാർക്ക് അധികാരങ്ങളായി മാറിയാൽ അവർ പറയുന്ന എന്തിനും നമ്മൾ വീണ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ
നമ്മുടെ സമൂഹം നമ്മളും നാശത്തിന്റെ ഗർത്തത്തിൽ വന്ന് പതിക്കുമെന്ന് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.